അമേരിക്കയിൽ വീണ്ടും വിമാനം തകർന്ന അപകടം. കഴിഞ്ഞ 8 ദിവസത്തിനിടെ ഉണ്ടായ മൂന്നാമത്തെ വലിയ വിമാന ദുരന്തമാണിത്. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. അമേരിക്കയിൽ വീണ്ടും ഒരു വിമാന ദുരന്തം കൂടി റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അമേരിക്കയിൽ നിന്ന് കാണാതായ പ്രാദേശിക വിമാനം തകർന്നു വീണ നിലയിൽ കണ്ടെത്തി. അലാസ്കയിൽ നിന്ന് വ്യാഴാഴ്ച പുറപ്പെട്ട വിമാനമാണ് കടലിൽ തകർന്നു വീണ നിലയിൽ കണ്ടെത്തിയത്. ബെറിംഗ് എയർ കമ്മ്യൂട്ടർ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. വിമാനത്തിലുണ്ടായിരുന്ന 10 പേരും മരിച്ചെന്ന് US ഗാർഡ് അറിയിച്ചു. ഒരു പൈലറ്റും 9 യാത്രക്കാരുമായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത്. അലാസ്കയിലെ നോം സിറ്റിയിൽ നിന്ന് 34 മൈൽസ് അകലെയാണ് യാത്രാ വിമാനം കണ്ടെത്തിയത്. വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് ഉനലക്ലീറ്റിൽ നിന്നാണ് വിമാനം യാത്ര തിരിച്ചത്. കഴിഞ്ഞ 25 വർഷത്തിനിടയിൽ നടക്കുന്ന ഏറ്റവും വലിയ അപകടങ്ങളിലൊന്നാണ് ഈ വിമാന ദുരന്തമെന്നാണ് വിലയിരുത്തൽ. ഹെലികോപ്റ്റർ ഉപയോഗിച്ച് തിരച്ചിൽ നടത്തിയപ്പോഴാണ് വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ഉടൻ തന്നെ 2 രക്ഷാപ്രവർത്തകരെ അന്വേഷണത്തിനായി താഴേക്കിറക്കി. അപകട കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല. പ്രദേശത്ത് ചെറിയ രീതിയിൽ മഞ്ഞുവീഴ്ച ഉണ്ടായിരുന്നതായാണ് റിപ്പോർട്ട്. വിമാനത്തിന്റെ തകർന്നതും കടൽഹിമത്തിൽ കിടക്കുന്നതുമായ ചിത്രം കോസ്റ്റ് ഗാർഡ് പുറത്തിറക്കിയിട്ടുണ്ട്. ഈ യാഥാർത്ഥ്യം അംഗീകരിക്കാൻ പ്രയാസമുണ്ടെന്ന് അമേരിക്കൻ സെനറ്റ് അംഗം ലിസ മൂർക്കോവ്സ്കി പറഞ്ഞു. അടുത്ത 18 മണിക്കൂറിൽ യങ് ഐസും കാലാവസ്ഥാ പ്രതിസന്ധിയും ഉൾപ്പെടെ വെല്ലുവിളി ഉയർത്തുമെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. കഴിഞ്ഞ 8 ദിവസത്തിനിടയിൽ US-ൽ സംഭവിക്കുന്ന മൂന്നാമത്തെ വലിയ വിമാന ദുരന്തമാണിത്. അതേസമയം ബ്രസീലിലും വിമാനാപകടത്തിൽ 2 പേർ മരിച്ചു. റോഡിലാണ് ചെറുവിമാനം തകർന്നു വീണത്. നിരവധി ആളുകൾക്ക് അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. നിരവധി വാഹനങ്ങളും തകർന്നതായാണ് റിപ്പോർട്ട്.